നമസ്കാരം. 9 തലക്കെട്ടുകളുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുകയാണ്. പ്രധാന വാർത്തകൾ ആദ്യം നോക്കാം. ക്രിസ്മസ് ആഘോഷത്തിനൊരുങ്ങി നാട്. ദേവാലയങ്ങളിൽ തിരുപ്പിറവി പ്രാർത്ഥനകൾ. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷത്തെ പരിഹസിച്ച ഓർത്തഡോക്സ് ബിഷപ്പ്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച മുഖ്യമന്ത്രി. ആലപ്പുഴയിൽ വയോധികയെ തെരുവുനായ കടിച്ചുകൊന്നു. ആക്രമണം വീട്ടുമുറ്റത്ത് നിൽക്കെ. മരിച്ചത് ആറാട്ടുപുഴ സ്വദേശിനി കാർത്തിയായനി. മകന്റെ വീട്ടിൽ എത്തിയത് ക്രിസ്മസ് ആഘോഷത്തിന്. പൂഞ്ചിൽ സൈനിക വാഹനം 150 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം. 5 സൈനികർക്ക് വീരമൃത്യു. വാഹനത്തിലുണ്ടായത് 18 പേർ. പരിക്കേറ്റ ചിലരുടെ നില ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് 11 മദ്രാസ് ലൈറ്റ് ഇൻഫൻട്രിയുടെ ഭാഗമായ സൈനികർ. പാറശാലയിൽ ബൈക്കിടിച്ച് വയോധിക മരിച്ചു. തിരുവനന്തപുരത്ത് ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. നെയ്യാറ്റിൻകര കുന്നത്തുകാലിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഓടയിൽ വീണ വൃദ്ധയ്ക്ക് ഗുരുതര പരുക്ക്. കണ്ണൂരിൽ ട്രെയിനിനടിയിൽ കിടന്ന അത്ഭുത രക്ഷപ്പെടൽ. പിന്നാലെ കേസെടുത്ത് റെയിൽവേ പോലീസ്. കട്ടപ്പനയിലെ സാബുവിന്റെ ആത്മഹത്യയിൽ നടപടി. 3 ബാങ്ക് ജീവനക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. 3 പേർക്ക് സസ്പെൻഷൻ. ക്ഷേമ പെൻഷൻ തട്ടിയ 373 ജീവനക്കാരിൽ നിന്ന് പലിശ സഹിതം പണം തിരിച്ചുപിടിക്കും. ഒടുവിൽ കോഴിക്കോട് DMO കസേര ഡോക്ടർ ആശാ ദേവിക്ക്. സർക്കാർ ഉത്തരവ് പാലിക്കാൻ നിർദ്ദേശം. ഡോക്ടർ N. രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് ജോലിയിൽ ഹാജരാകണമെന്ന ആരോഗ്യവകുപ്പ്. പാമ്പ് പേടി മാറാതെ സെക്രട്ടേറിയറ്റ്. പൊതുവിതരണ വകുപ്പ് ഓഫീസിലും ജലവിഭവ വകുപ്പിലും പാമ്പിനെ കണ്ടു. ഒരാഴ്ചക്കിടെ ഭരണസിരാ കേന്ദ്രത്തിൽ പാമ്പ് കയറുന്നത് 3ാം തവണ. ഭീതിയിൽ ജീവനക്കാർ. അല്ലു അർജുനെ 3.5 മണിക്കൂർ ചോദ്യം ചെയ്തു പോലീസ്. യുവതി മരിച്ചത് അറിഞ്ഞത് പിറ്റേ ദിവസമെന്ന് താരം. ആരാധകരെ മർദ്ദിച്ച നടന്റെ ബൗൺസർ അറസ്റ്റിൽ. പുഷ്പ 2-നെതിരെ പരാതിയുമായി കോൺഗ്രസ് നേതാവ്. രാഷ്ട്രീയ പകപോക്കലെന്ന് BJP. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ കൊന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇസ്രായേൽ. പ്രഖ്യാപനം. ഹനിയ കൊല്ലപ്പെട്ട 5 മാസത്തിനു ശേഷം യമനിലെ ഹൂതി വിമതരുടെ തലയറക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. വിശദമായി കടക്കുകയാണ്. ക്രിസ്മസിനൊരുങ്ങി ലോകം. തിരുപ്പിറവി ആഘോഷങ്ങളുടെ തിരക്കിലാണ് ദേവാലയങ്ങൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവനന്തപുരം ലൂർദ് ഫെറോന പള്ളിയിൽ രാത്രി 10:30 കർദിനാൾ മാർ ജോർജ് കൂവക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുക്കർമ്മങ്ങളും പരിശുദ്ധ കുർബാനയും നടക്കും. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസ് കത്തീഡ്രലിൽ പാതിരാ കുർബാനയ്ക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നേതൃത്വം നൽകും. VV അരുണും ആജ്ഞ രവീന്ദ്രനും കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം VV അരുണിലേക്കാണ് പോകുന്നത്. അരുൺ പട്ടം ദേവാലയത്തിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, അവിടുത്തെ തിരുക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ അത് ആരംഭിച്ചോ? എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ, വിശേഷങ്ങൾ? ആര്യ, പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ തിരുപ്പിറവിയുടെ ഭാഗമായുള്ള
പ്രാർത്ഥനകൾ നേരത്തെ തന്നെ ആരംഭിച്ചു. കർദിനാൾ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അല്പസമയം മുമ്പ് പ്രദക്ഷിണം അവസാനിച്ചു. അതിനുശേഷം ഇപ്പോൾ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം പാതിര കുർബാന ആരംഭിക്കും. ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവയാണ് തിരുപ്പിറവി ചടങ്ങുകൾക്ക് സെന്റ് മേരീസ് കത്തീഡ്രലിൽ നേതൃത്വം നൽകുന്നത്. പാളയം പള്ളിയിലും ലത്തീൻ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ വലിയ ആഘോഷ പരിപാടികൾ സമയത്തിനകം ആരംഭിക്കും. തലസ്ഥാനത്തെ ദേവാലയങ്ങളിലെല്ലാം വലിയ ആഘോഷ പരിപാടികളാണ്. തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയും അതുപോലെ തന്നെ ആഘോഷ പരിപാടികളുമാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇനി രാത്രിയോടുകൂടിയാണ് പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ തിരുപ്പിറവി ആഘോഷങ്ങളും പൂജകളും നടക്കുക. അടുത്തിടെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ചങ്ങനാശ്ശേരി സ്വദേശി കൂടിയായ അതിരൂപതയിലെ സീറോ മലബാർ സഭയുടെ തെക്കൻ മേഖലാ കേന്ദ്രത്തിലും ചങ്ങനാശ്ശേരി അതിരൂപത തലസ്ഥാന നഗരിലെ ഫെറോന ദേവാലയത്തിൽ ലൂർദ് ഫെറോന പള്ളിയിലും ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ടിൽ ആയിരിക്കും. അദ്ദേഹവും നേരത്തെ തന്നെ ഇവിടെ എത്തിയത്. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അല്പസമയത്തിനകം അവിടെയും തിരുപ്പിറവിയുടെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും. വി അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നിന്നുള്ള ചടങ്ങുകളുടെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളുമെല്ലാം ദേവാലയങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാഴ്ചകളിലേക്ക് Amen.
ദേവാലയങ്ങളിലെല്ലാം തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശിഷ്ട ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ എറണാകുളത്തേക്ക് കൂടി പോവുകയാണ്. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ആജ്ഞ, അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണോ? എങ്ങനെയാണ് വിവരങ്ങൾ? ഇവിടെ പാതിര കുർബാന തുടങ്ങുന്നത് 11:30 മണിയോടുകൂടിയാണ്. സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്നതുമായി ബന്ധപ്പെട്ടുള്ള തിരുപ്പിറവി ശുശ്രൂഷയും അതുപോലെ തന്നെ പാതിര കുർബാനയും ഒക്കെ വളരെ ആഘോഷപൂർവ്വം നടക്കുന്നതാണ്. കൊച്ചിയിൽ ദേവാലയങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ദേവാലയങ്ങളിൽ ഈ പറഞ്ഞതുപോലെ തിരുപ്പിറവി സന്ദേശങ്ങളും തിരുപ്പിറവി ശുശ്രൂഷകളും ഒക്കെ നടക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണിയേശുവിന്റെ ഓർമ്മ പുതുക്കി, കാലിത്തൊഴുത്തിൽ പിറന്നതിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ക്രിസ്മസ് പിറവിയിലേക്ക് കടക്കാൻ. 11:30 മണിയോടുകൂടിയാണ് ഇവിടെ സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ പാതിര കുർബാന ശുശ്രൂഷകൾ നടക്കാൻ അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളൊക്കെ തുടങ്ങുകയാണ്. അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലാണുള്ളത്. അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് ഇവിടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. മറ്റ് വിവിധ പള്ളികളിലായി വിവിധ സഭാധ്യക്ഷന്മാർ തിരുപ്പിറവി സന്ദേശങ്ങൾ നൽകുകയും അതുപോലെ പാതിര കുർബാനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടാകും. എന്തായാലും തിരുപ്പിറവിയെ നക്ഷത്ര തിളക്കത്തോടെയാണ് ക്രൈസ്തവർ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഈ കൊച്ചി നഗരമാകെ എല്ലായിടത്തും നമുക്ക് നക്ഷത്ര തിളക്കം തന്നെയാണ് കാണാൻ കഴിയുന്നത്. കൊച്ചി ദീപാലങ്കാരങ്ങളാകട്ടെ, നക്ഷത്രാലങ്കാരങ്ങളാകട്ടെ, ക്രിസ്മസ് ട്രീകളാകട്ടെ, അങ്ങനെ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ 11:30 മണിയോടെയാണ് ഇവിടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അതായത് ഇപ്പോൾ ദേവാലയങ്ങളിലേക്ക് ഈ സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിലേക്ക് പള്ളിയിലേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും 11:30 മണി വരെ നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ചടങ്ങുകൾ ആരംഭിക്കാൻ തിരുപ്പിറവി സന്ദേശവും അതുപോലെ തന്നെ പാതിര കുർബാനയും അതുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഒക്കെ ഇവിടെ 11:30 ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. എറണാകുളത്തെ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്നാണ് ആജ്ഞ നമുക്കൊപ്പം ചേരുന്നത്. അവിടെ പാതിര കുർബാന ആരംഭിക്കുന്നത് രാത്രി 11:30 ഇപ്പോൾ അതിനു മുമ്പായുള്ള വിശിഷ്ട ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആജ്ഞ, നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുന്നത് ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒക്കെ ആഘോഷമാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആ ഇടവകയിലുള്ള എല്ലാ ആളുകളും പള്ളിയിലേക്ക് ഒത്തുകൂടും. അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമല്ല, ആ ഒത്തൊരുമയുടെ ആ സ്നേഹത്തിന്റെ ആഘോഷങ്ങളുടെ കൂടി ഒരു ചിഹ്നമായി അത് മാറുകയാണ് എന്നുള്ളതാണ്. പള്ളിയിൽ മറ്റെന്തൊക്കെ ചടങ്ങുകളാണ് നടക്കുന്നത് ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട്? മറ്റ് ആഘോഷ പരിപാടികളോ മറ്റോ ഇന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആര്യ, കൊച്ചി മുഴുവൻ അത്തരത്തിലുള്ള ആഘോഷ തിമിർപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പം ഫോർട്ട് കൊച്ചിയിലാണെങ്കിൽ കഴിഞ്ഞ ഒരു 10 ദിവസം നീളുന്ന കൊച്ചിൻ കാർണിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് എല്ലാം, അതായത് കൊച്ചി ശരിക്കും അങ്ങനെ തന്നെയാണ്. അതായത് പള്ളികളിലാകട്ടെ, ഇപ്പോൾ ഇടപ്പള്ളി പള്ളിയിലാണെങ്കിലും ഇവിടെ സെന്റ് ബസേലിക്ക ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് തന്നെയാണ് സെന്റ് ബസേലിക്കയും ഉള്ളത്. ഇവിടെയാണ്, അതായത് ലത്തീൻ സഭയുടെ പള്ളിയായിട്ടുള്ള ലത്തീൻ സഭയുടെ പള്ളിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരുപ്പിറവി ശുശ്രൂഷകളൊക്കെ ഇവിടെ, അതായത് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഏതാണ്ട് ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്നിരുന്നാൽ പോലും തിരുപ്പിറവി ശുശ്രൂഷയാകട്ടെ അതല്ലെങ്കിൽ പാതിര കുർബാനയാകട്ടെ, അതൊക്കെ 11:30 മണിയോടുകൂടി ആരംഭിക്കുകയുള്ളൂ. സമീപത്തുള്ള വിവിധ ദേവാലയങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ആരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകമെമ്പാടുമുള്ള ആളുകൾ, അതായത് മതീതര
ത്തോടെ കൂടി തന്നെ ആഘോഷ തിമിർപ്പിലേക്ക് എത്തുന്ന ഒരു ആഘോഷം കൂടിയാണ് ക്രിസ്മസ്. അതിന് ജാതിമത ഭേദമന്യേ തന്നെ എല്ലാവരും ഒത്തൊരുമിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ആഘോഷത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ആഘോഷം കൂടിയാണ് ക്രിസ്മസ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇപ്പൊ പള്ളിയിൽ നിൽക്കുന്ന വിശ്വാസികൾ എന്നുള്ള ഒരു ഇതിൽ മാത്രമല്ല, അതായത് ക്രൈസ്തവ മതസ്ഥർ മാത്രമല്ല ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പള്ളിയിലെത്തിയിട്ടുള്ള എല്ലാത്തരം ആളുകളും അത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി, എല്ലാ ആഘോഷത്തിന്റെ ഭാഗമായി ആ ഒരു വൈബ് കീപ്പപ്പ് ചെയ്യാൻ, ആ ഒരു മൊമെന്റം കീപ്പപ്പ് ചെയ്യാൻ ഒക്കെ ആളുകൾ രാപകൽ ഇങ്ങനെ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പിറകെയാണ്. വെക്കേഷനാണ്, കുട്ടികളൊക്കെയും അതിന്റെ പിന്നാലെയുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസംബർ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ കൊച്ചിയിൽ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ ബ്രോഡ്വേയിലെ ഷോപ്പിംഗ് ഉത്സവങ്ങളൊക്കെ കണ്ടതാണ്. കാരണം ഒരു അത്ഭുത ലോകത്തേക്ക് ചെന്നപ്പെടുന്ന ആവേശമാണ് ഓരോ ആളുകൾക്കും. ഓരോ ക്രിസ്മസ് ട്രീ ഒരുക്കാനാകട്ടെ, റീത്തുകൾ ഒരുക്കാനാകട്ടെ, നക്ഷത്രങ്ങൾ ഒരുക്കാനാകട്ടെ, വിവിധ തരത്തിലുള്ള നക്ഷത്രങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള അലങ്കാരങ്ങളൊക്കെ നമ്മൾ ക്രിസ്മസിന് കണ്ടു നടന്നു. ഓരോ വർഷവും ഓരോ തരം വെറൈറ്റികളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു ആഘോഷത്തിന്റെ തുടക്കം ഡിസംബർ ആദ്യ ഘട്ടത്തിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാം. പക്ഷേ ഇന്നോടുകൂടി ആ ഒരു കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. രാത്രി 12 മണിയോടെ ക്രിസ്മസ് രാവ് എത്തിക്കഴിഞ്ഞു. എല്ലാവരും ആകാംക്ഷയോടെ അല്ലെങ്കിൽ കൂടുതൽ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ലോകത്തിലുള്ള എല്ലാവരും ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. ആര്യ, തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അവിടെ പാതിര കുർബാന 11:30-ക്കാണ് ആരംഭിക്കുന്നത്. എന്തായാലും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടും നഗരവും എല്ലാം തിരുപ്പിറവി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്, ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പൂർണ്ണ തോതിൽ എന്നുള്ളതാണ്. എങ്ങോട്ട് നോക്കിയാലും നമുക്ക് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ലൈറ്റുകളും ഒക്കെയായി വളരെ ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒക്കെ കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണാനുള്ളത്. ഇനി അത്തരം ചില ക്രിസ്മസ് കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം വീണ്ടും നമുക്ക് പള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങുകളിലേക്കൊക്കെ മടങ്ങിയെത്താം. ഉണ്ണിയേശു പിറന്ന കാലിത്തൊഴുത്തും ആട്ടിടയന്മാരും കിരീടം വെച്ച രാജാക്കന്മാരും, കാഴ്ചക്കാർക്ക് അത്ഭുതമായി കൊച്ചി ഇടപ്പള്ളിയിൽ ഒരുങ്ങിയ ബത്ലഹേം, പോണേക്കര സ്വദേശി ജിബിയുടെ വീട്ടിലെ പുൽക്കൂട് ശ്രദ്ധേയമാവുകയാണ്. കാണാം. ഇടപ്പള്ളി പോണേക്കര ജിബിയുടെ വീട്ടിലെ ഒരു വാതിൽ തുറന്നാൽ എത്തുന്നത് ബത്ലഹേമിലേക്കാണ്. യേശു പിറന്ന ബത്ലഹേം മനോഹരമായി പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടെ. കോവിഡ് കാലം ഉൾപ്പെടെ 3 വർഷം ഒഴിച്ചു നിർത്തിയാൽ ജിബി എല്ലാ വർഷവും പുൽക്കൂടൊരുക്കും. 7ാം ക്ലാസ് മുതൽ തുടങ്ങിയ കൗതുകമാണ് ഈ ക്രിസ്മസിനും മുടക്കം വന്നില്ല. സഹായത്തിനായി ഇപ്പോൾ മകനും ഒപ്പമുണ്ട്. പുൽക്കൂട് നമ്മള് ഒരു 7ാം ക്ലാസ് മുതൽ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഒരു 18-20 വയസ്സൊക്കെ ആയപ്പോഴാണ് പിന്നെ കുറച്ചും കൂടി ഡെവലപ്പിലോട്ട് ആരംഭിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 35 വർഷത്തിന് മേലായി ഇപ്പോൾ ഇതിൻ്റെ ഇത് ആരംഭിച്ചിട്ട്. എല്ലാ വർഷവും ചെയ്യാറുണ്ട്. പിന്നെ 2 വർഷം ചെയ്തില്ല. ഒരു വർഷം കോവിഡ് വന്നുകൊണ്ടും പിന്നെ ഒരു വർഷം അമ്മ മരിച്ചുകൊണ്ടും ചെയ്തില്ല. ബാക്കി എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറ് കഴിഞ്ഞില്ല. ജിബിയുടെ വീട്ടിലെ 2ാം നിലയിൽ സ്വന്തമായി ഒരു തിയേറ്ററുമുണ്ട്. 6 വർഷങ്ങൾക്ക് മുൻപ് ചെറിയ ആഗ്രഹമായി തുടങ്ങിയതാണ്. കാൽപന്ത് കളിയോ സിനിമയോ എന്തുമാകട്ടെ, ഇടപ്പള്ളിക്കാർക്കിടയിൽ ജിബിയുടെ തിയേറ്റർ സൂപ്പർ ഹിറ്റാണ്. ന്യൂസ് 18 കൊച്ചി. നമുക്കിനി വ്യത്യസ്തമായ മറ്റൊരു പുൽക്കൂട് കൂടി കാണാം. 5 ഏക്കറിൽ ഒരു പുൽക്കൂട്. അതെങ്ങനെയായിരിക്കും കാണാം. തിരുവനന്തപുരത്തെ തൂങ്ങാമ്പാറ കൊച്ചു ത്രേസ്യ പള്ളിയിലെ അടിപൊളി പുൽക്കൂട്. ഓരോ പുൽക്കൂടും രൂപഭംഗി കൊണ്ടും വലുപ്പം കൊണ്ടും വ്യത്യസ്തം. 30 അടി പൊക്കമുള്ള ജോസഫിന്റെയും മറിയത്തിന്റെയും ഉണ്ണിയേശുവിന്റെയും രൂപങ്ങൾ. ടൈറ്റാനിക്കിലെ ക്രിസ്മസ് അപ്പൂപ്പനും കൗതുകകരം. ഒരു മാസത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് പള്ളിയിൽ പുൽക്കൂട് ഗ്രാമം ഒരുങ്ങിയത്. 500 ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെ റാലിയോടെയാണ് ക്രിസ്മസ് ഗ്രാമം കാഴ്ചക്കാർക്കായി തുറന്നത്. പുൽക്കൂട് ഗ്രാമം ഏകദേശം 5 ഏക്കറിൽ ഒരുക്കിയിട്ടുണ്ട്.
ഏകദേശം 15ഓളം പുൽക്കൂടുകൾ ഒരുക്കുകയും അതോടൊപ്പം തന്നെ 30 അടി പൊക്കമുള്ള തിരുക്കുടുംബത്തിന് യൗസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും കന്യക പരിശുദ്ധ മാതാവും അതോടൊപ്പം തന്നെ ഉണ്ണീശയും അടങ്ങുന്ന മനോഹരമായ 30 അടി പൊക്കമുള്ള ഒരു തിരുക്കുടുംബത്തിന്റെ ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 31 വരെ പള്ളി അങ്കണത്തിൽ ക്രിസ്മസ് ഗ്രാമത്തിന്റെ പ്രദർശനം ഉണ്ടാവും. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകൾ കൂടി നോക്കാം. പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തൊരുക്കിയ കൂറ്റൻ പാപ്പാഞ്ഞി കാണികൾക്കായി തുറന്നുകൊടുത്തു. പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിക്ക് പുറമെയാണ് മറ്റൊരു കൂറ്റൻ പാപ്പാഞ്ഞി കൂടി ഒരുങ്ങുന്നത്. ഒരേ സമയം 2 പാപ്പാഞ്ഞികൾ കത്തിക്കേണ്ടെന്നും വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും തൽക്കാലം മാറ്റേണ്ടതില്ലെന്നാണ് സംഘാടകരുടെ തീരുമാനം. 40 അടി പൊക്കത്തിലാണ് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ നിർമ്മിച്ചിരിക്കുന്നത്. കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തവണയും പതിവ് പോലെ പരേഡ് ഗ്രൗണ്ടിൽ കൂറ്റൻ പാപ്പാഞ്ഞിയെ സജ്ജീകരിക്കുന്നുണ്ടെങ്കിലും ഇത്തവണ വെളി ഗ്രൗണ്ടിലും പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവർഷപ്പിറവി ആഘോഷിക്കാനാണ് ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന സാംസ്കാരിക സംഘടനയുടെ തീരുമാനം. വർണ്ണപ്രഭയോടെ അണിയിച്ചൊരുക്കിയ കൂറ്റൻ പാപ്പാഞ്ഞിയുടെ അനാച്ഛാദനം KJ മാക്സി MLA നിർവഹിച്ചു. ഒരേ സമയം 2 പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് സുരക്ഷാ പ്രശ്നമുണ്ടാക്കുമെന്നും അതിനാൽ വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയെങ്കിലും മാറ്റാൻ സംഘാടകർ തയ്യാറായിട്ടില്ല. പാപ്പാഞ്ഞിയെ നീക്കം ചെയ്യണമെന്ന് പോലീസ് കർശന നിലപാടെടുത്താൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. പരേഡ് മൈതാനത്ത് 31-ന് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് സാക്ഷിയാകാൻ ലക്ഷക്കണക്കിന് പേരാണ് എത്താറുള്ളത്. സുരക്ഷയ്ക്കായി 1000ഓളം പോലീസിനെ വിന്യസിക്കാറുമുണ്ട്. ഇത്തവണ 2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ മറ്റൊരു പാപ്പാഞ്ഞിയെ കൂടി കത്തിച്ച് ആഘോഷിക്കുമ്പോൾ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാകുമെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് 18 കൊച്ചി. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടനുബന്ധിച്ച് തിരുവഞ്ചൂർ തൂത്തൂട്ടി മോർ ഗ്രിഗോറിയോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനകേന്ദ്രം ഡയറക്ടറും ഇടുക്കി ഭദ്രാസനാധിപനുമായ സക്രിയാസ് മോർ പീലിക്സ്നോസ് മെത്രോപൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദ്വിജ്വാല ശുശ്രൂഷ നടന്നു. യൗസേപ്പും ദാവീദിന്റെ ഗോത്രത്തെ ആദ്യപുത്രനെ പ്രസവിക്കുകയും അവർ പാർത്തിരുന്നിടത്ത് സ്ഥലമില്ലാതിരുന്നതുകൊണ്ട് കുട്ടിയെ വസ്ത്രങ്ങൾ പുതപ്പിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തുകയും ചെയ്തു. അവർ പാർത്തിരുന്ന സ്ഥലത്ത് രാത്രിയാമങ്ങളിൽ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാരുണ്ടായിരുന്നു. ദൈവത്തിന്റെ മാലാഖപ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് കർത്താവിന്റെ ദേശസമരമേ രുദിച്ചു. അവർ വളരെ ഭയപ്പെടുകയും ചെയ്തു. മാലാഖ അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശിഹ കർത്താവ് എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ബിഷപ്പുമാർക്കൊപ്പമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ആഘോഷത്തെ വിമർശിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രോപൊലീത്ത യൂഹാനോൻ മിലിത്തിയോസ് ക്രിസ്മസ് വിരുന്ന് നാടകമാണെന്നും ഊതിക്കൊണ്ട് കഴുത്തറക്കുന്നതിന് തുല്യമാണിതെന്നും യൂഹാനോൻ മാർ മിലിത്തിയോസ് വിമർശിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ പാലക്കാട് നല്ലേപ്പള്ളിയിലും തത്തമംഗലത്തും നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു വിമർശനം. എന്നാൽ വ്യക്തിപരമായ അഭിപ്രായം എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ വിശദീകരണം. ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതാക്കളും ക്രിസ്തുമസ് നയതന്ത്രം തുടരുന്നതിനിടെയാണ് ക്രൈസ്തവ നേതൃത്വത്തിൽ നിന്ന് തന്നെ വിമർശനമുയർന്നത്. ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രോപൊലീത്ത യൂഹാനോൻ മിലിത്തിയോസ് വിമർശനവുമായി രംഗത്തു വന്നു. അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച യൂഹാനോൻ മിലിത്തിയോസ് വിമർശനം കടുപ്പിച്ചു. വിരുന്നു നാടകമാണ്, ഊതിക്കൊണ്ട് കഴുത്തറക്കുന്നതിന് തുല്യമാണിതെന്നും പാലക്കാട്ടെ ആക്രമണങ്ങൾ പരാമർശിച്ച് യൂഹാനോൻ മാർ മിലിത്തിയോസ് പ്രതികരിച്ചു. BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സമയം മുതൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വളരെ പ്രകടമായ ഒരു നടപടി പല തലങ്ങളിൽ പല ശൈലിയിൽ നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ടാണ് 2 കാര്യങ്ങൾ ഞാൻ കാണുന്നത്. അത് പരസ്പര വിരുദ്ധമായ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡൽഹിയിൽ ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ
നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത് CBCIയുടെ ആസ്ഥാനത്ത് പോയി അവിടെയുള്ള പുൽക്കൂടില് പുഷ്പാർച്ചന നടത്തുന്നു. അതേസമയം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ആ പാർട്ടിയുടെ പ്രാദേശിക ഘടകം പാലക്കാട് 2 സ്കൂളുകളിൽ ഇതേ പുൽക്കൂട് നശിപ്പിക്കുകയും അത് ക്രമീകരിച്ച് അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നു. നേരത്തെയും BJP നേതാക്കളുടെ അരമന സ്നേഹത്തെ യുഹാനോൻ മാർ മിലിത്തിയോസ് വിമർശിച്ചിട്ടുണ്ട്. ഗോത്ര കലാപകാലത്ത് കന്യാസ്ത്രീകളെയും വൈദികരെയും നഗ്നരാക്കി തെരുവിലൂടെ വലിച്ചിഴച്ചത് ക്രൈസ്തവർ മറക്കില്ല എന്നായിരുന്നു വിമർശനം. പാലക്കാട് തത്തമംഗലത്ത് പുൽക്കൂട് ആക്രമിച്ച സംഭവത്തിൽ സർക്കാർ ശക്തമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ആംബ്രോസ് പുത്തൻവീട്ടിലും രംഗത്തു വന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കാൻ പാടില്ല. അവിടെ ഒരു മതത്തിനും ഒരു വിധത്തിലും തടസ്സം ആകാത്ത വിധത്തിൽ ആയിരിക്കണം. അതിന് നമുക്ക് നല്ല ഭരണകൂടത്തിന് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴോ കേൾക്കുകയോ ചെയ്യുമ്പോൾ, ഞാൻ കേട്ടിട്ടില്ല, കേട്ടാലും കണ്ടാലും ഞാൻ മനസ്സിലാക്കുന്നത് ജനാധിപത്യ മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെൻറ്റിനും അങ്ങനെ ചെയ്യാനായിട്ടോ അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല. നടപടികൾ എടുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ന്യൂസ് 18. ഡൽഹിയിൽ CBCIയുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് ക്രൈസ്തവ സമൂഹത്തിന് നൽകിയ അംഗീകാരമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. ഭരണഘടന അനുസരിച്ച് എല്ലാ ജാതിക്കും മതത്തിനും തുല്യ അവകാശങ്ങളും തുല്യ സമത്വവുമുണ്ട്. അത് തുറന്നു കാട്ടുന്നതിനുള്ള അവസരമായിട്ടാണ് മോദി പരിപാടിയിൽ പങ്കെടുത്തതെന്നും അതിൽ നന്ദിയുണ്ടെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന സന്ദേശമാണ് മോദി നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ടെ പുൽക്കൂട് തകർത്ത സംഭവത്തിൽ പ്രതികരണവുമായി മാർ ആൻഡ്രൂസ് താഴത്ത്. മതേതര രാഷ്ട്രത്തിൽ ഏത് മതത്തിന്റെയും ആചാരങ്ങളെയും ഹനിക്കുന്നത് ഇന്ത്യയിലെ ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും എതിരാണ്. അത് അംഗീകരിക്കാനാകില്ലെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വേദനകൾ പ്രധാനമന്ത്രിയെ അറിയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. മണിപ്പൂർ വിഷയത്തിൽ പ്രതികരിക്കാതെ മാർ ആൻഡ്രൂസ് താഴത്ത് അതേക്കുറിച്ച് കമന്റ് ഇല്ലെന്ന് പറഞ്ഞ ആൻഡ്രൂസ് താഴത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനോഹരമായി മതസൗഹാർദ്ദത്തെക്കുറിച്ച് സംസാരിച്ചെന്നും പ്രതികരിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്രിസ്മസ് സന്ദേശത്തിലാണ് സംഘപരിവാർ ആക്രമണങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചത്. മതങ്ങളെ മനുഷ്യത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മനോഹര ആവിഷ്കാരങ്ങളായി നിലനിർത്തുന്ന ഉദാത്തമായ വിശ്വമാനവികതയാണ് നമ്മുടെ കരുത്ത്. അതിനെ ദുർബലപ്പെടുത്താൻ ചില ക്ഷുദ്രവർഗീയ ശക്തികൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സംഘപരിവാർ ആക്രമണങ്ങൾ ആ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേരളത്തിനും മലയാളികൾക്കും അപമാനമായി മാറുന്ന സംസ്കാര ശൂന്യർക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്നും മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. വീട്ടുമുറ്റത്തിരുന്ന വയോധികയെ തെരുവുനായ കടിച്ചു കൊന്നു. ആലപ്പുഴ ആറാട്ടുപുഴ വലിയഴീക്കൽ അരയന്റെ ചിറയിൽ കാർത്യായനിയാണ് മരിച്ചത്. മുഖത്താണ് നായ കടിച്ചത്. മകന്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയതായിരുന്നു കാർത്യായനി. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, അതിദാരുണമായ ഒരു സംഭവം. എപ്പോഴായിരുന്നു വിശദാംശങ്ങൾ? വൈകിട്ടോടു കൂടിയാണ് കാർത്യായനി അമ്മയ്ക്ക് നായയുടെ കടിയേറ്റ വിവരം അയൽവാസികളായ ആളുകൾ ഉൾപ്പെടെ അറിയുന്നത്. മകൻ പ്രകാശിന്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷത്തിനായി ആറാട്ടുപുഴയിൽ എത്തിയതാണ് കാർത്യായനി അമ്മ. ഈ സമയത്ത്, അതായത് ഈ നായയുടെ ആക്രമണം ഉണ്ടായ സമയത്ത് മകൻ പ്രകാശൻ അടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം അവിടെയും ഒപ്പം തന്നെ പ്രകാശിന്റെ ഭാര്യ ക്ഷേത്രത്തിൽ പോയ സമയത്തായിരുന്നു ഈ നായ ആക്രമിച്ചതെന്നാണ് നിഗമനം. വീടിന്റെ മുറ്റത്തെ കട്ടിലിൽ ഇരിക്കുകയായിരുന്ന കാർത്യായനി അമ്മയെ നായ ആക്രമിക്കുകയായിരുന്നു. മുഖത്താണ് കടിയേറ്റത്. മുഖത്തിന്റെ ഏകദേശം 3/4 ഭാഗത്തോളം നായ കടിച്ചെടുത്ത ഒരു അവസ്ഥയിലായിരുന്നു. കുറെ നേരം കഴിഞ്ഞ്, അതായത് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് മരുമകൾ ഉൾപ്പെടെ എത്തിയതിനു ശേഷമാണ് ഈ സംഭവം അറിയുന്നത്. ആ സമയത്ത് തന്നെ രക്തം വാർന്നു കിടക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു. അത്തരത്തിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന പ്രാഥമികമായ വിവരം. വൈകിട്ടോട് കൂടി ഒരു 4 മണിയുടെ അടുത്താണ് ഈ സംഭവം നടന്നതെന്നാണ് പോലീസും പറയുന്നത്. അത്തരത്തിലൊരു നിഗമനത്തിലേക്കാണ്. എന്തായാലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക്, വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്.
ഈ ഭാഗത്ത് തെരുവ് നായ്ക്കളുടെ ശല്യമുണ്ട് എന്നുള്ളത് നാട്ടുകാരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ്. 80-കാരിയായ ഒരു സ്ത്രീയെ അത്തരത്തിൽ നായ കടിച്ചു കൊലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക്. തീർച്ചയായും ശരണ്യ, അതാണ് ഈ പ്രദേശത്ത് ഈ തെരുവുനായയുടെ ശല്യം അതിരൂക്ഷമായിരുന്നു. നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? അവർ ഔദ്യോഗികമായ ഒരു പരാതിയുമായിട്ടൊക്കെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ അവിടെ? നിലവില് ഇപ്പോ ഈ ഒരു മരണം സംഭവിച്ചു, അതും ഇതുപോലൊരു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായതിന്റെ ഒരു ആഘാതത്തിലാണ്. തീർച്ചയായും പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം പ്രദേശത്ത് തെരുവുനായ ശല്യമുണ്ട് എന്നുള്ളത് ഈ ആറാട്ടുപുഴയും തീരദേശ മേഖലകളിൽ ഇത്തരത്തിൽ ഒരു ഉണ്ട്. നമുക്കറിയാം, നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം ഉണ്ട്. അതായത് അവിടെ +1 വിദ്യാർത്ഥി തെരുവുനായയുടെ ആക്രമണത്തെ ഭയന്ന് ടെറസിന് മുകളിൽ ഓടിക്കയറുകയും പിന്നീട് അവിടെ നിന്ന് വീണ് നട്ടലിന് ഗുരുതരമായ പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സംഭവത്തിലും സർക്കാർ വേണ്ടത്ര രീതിയിലുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ള ആക്ഷേപവും പ്രതിഷേധവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അതിദാരുണമായ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് വലിയ, അതായത് അതിഭീകരമായ രീതിയിൽ നായയുടെ ആക്രമണം കാർത്തിയാനിയമ്മയ്ക്ക് ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളടക്കം വ്യക്തമാക്കുന്നത്. വലിയ പരിക്ക് അവരുടെ മുഖത്തുണ്ടായിരുന്നു. മുഖത്തിന്റെ അവയവങ്ങൾ കടിച്ചെടുത്ത ഒരവസ്ഥയിലായിരുന്നു ഈ മൃതദേഹം കണ്ടെടുത്തത് എന്നുള്ളതാണ്. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്കും ജീവൻ ഉണ്ടായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പാണ് മരണം സ്ഥിരീകരിച്ചതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. നാളെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് കാർത്തിയാനിയമ്മയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതിനുശേഷം ആയിരിക്കും മറ്റു കാര്യങ്ങൾ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മാറ്റം. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറാകും. കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി കഴിഞ്ഞ മാസം അവസാനിച്ചിരുന്നു. പുതിയ ഗവർണർ ആര് എന്നുള്ള തീരുമാനം ഉടൻ വരുമെന്നുള്ള വാർത്തകൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. ആർ കിരൺ ബാബു കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. കിരൺ, വിശദാംശങ്ങൾ. ആര്യ, കേരള ഗവർണർക്ക് സ്ഥാനമാറ്റം ഉണ്ടായിരിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറി ബീഹാറിലെ ഗവർണറാണ് കേരള ഗവർണർ സ്ഥാനത്തേക്ക് എത്തുന്നത്. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മാറ്റം. ആരിഫ് മുഹമ്മദ് ഖാന് പകരം ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ബീഹാർ ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് കേരള ഗവർണറാവുക. ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, ഔദ്യോഗികമായ നടപടി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് കേരള ഗവർണറായി എത്തുന്നത്. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇതിന്റെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങി. നേരത്തെ ബീഹാർ ഗവർണറായിരുന്നു അദ്ദേഹം. ഗോവയിൽ സ്പീക്കറായിരുന്നു. BJPയുടെ നേതാവും RSSലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ വ്യക്തിയാണ്. ദീർഘകാലം ഗോവയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട BJP നേതാവ് കൂടിയാണ് അദ്ദേഹമാണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് കേരള ഗവർണർ സ്ഥാനത്തേക്ക് എത്തുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഗവർണർ സ്ഥാനത്തിന് മാറ്റമുണ്ടാവും. ഒട്ടേറെ വിവാദങ്ങളിലൂടെ കടന്നുപോയ ഒരു ഗവർണർ കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള സർക്കാരുമായും നിരന്തരമായും മുഖ്യമന്ത്രിയുമായും കേരള സർക്കാരുമായിട്ടുള്ള ഒട്ടേറെ വിവാദങ്ങളിലൂടെ, രാഷ്ട്രീയ വിവാദങ്ങളിലൂടെ, സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അങ്ങനെ സംഭവബഹുലമായ ഒരു ഗവർണർ സ്ഥാനത്തിനാണ് ഇപ്പോൾ അവസാനം ആയിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് പരസ്യമായി ഗവർണറും മുഖ്യമന്ത്രിയും ഗവർണറും സർക്കാരും തമ്മിലൊക്കെ ഏറ്റുമുട്ടുന്ന നിരവധി സന്ദർഭങ്ങളുണ്ടായിരുന്നു. മറ്റ് പല സംസ്ഥാനങ്ങളിലെ പോലെ BJP ഇതര സംസ്ഥാനങ്ങളിൽ ഗവർണർമാരും ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും തമ്മിൽ തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ ഉണ്ടായതുപോലെ കേരളത്തിലും അത്തരത്തിലേക്കുള്ള ഏറ്റുമുട്ടലുകൾ പല കുറിയുണ്ടായിരുന്നു. പലപ്പോഴും ഇത് പരിധി വിടുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു. കോടതിയിൽ വരെ ഗവർണറുമായിട്ടുള്ള കേരള സർക്കാരിൻ്റെ തർക്കം എത്തുന്ന അവസ്ഥയടക്കമുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ഒരു മാറ്റം വന്നിരിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒരു പക്ഷേ കേരളത്തിന് സമീപകാലത്തുണ്ടായിരുന്ന ഗവർണർമാരിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിൽപ്പെട്ട ഒരു ഗവർണർ കൂടിയാണ്. പരസ്യമായി തന്നെ ഗവർണർക്കെതിരെയുള്ള വലിയ സമരങ്ങൾക്ക് അടക്കം കേരളം സാക്ഷ്യം വഹിച്ച ഒരു കാലം കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ്റേത്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മാറുകയാണ്. പകരം
ബീഹാർ ഗവർണറാണ്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരള ഗവർണർ സ്ഥാനത്തേക്ക് എത്തുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ തന്നെ BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയായിരുന്നു. ഗോവയിൽ നിന്നുള്ള ഗോവ സ്പീക്കർ കൂടിയായിരുന്നു അദ്ദേഹം. ബീഹാറിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാനെയാണ് പകരം ബീഹാറിൻ്റെ ചുമതലയുള്ള ഗവർണറായി നിയമിച്ചിരിക്കുന്നത്. ബീഹാറിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി കണക്കിലെടുത്താവണം ഗവർണർ സ്ഥാനത്ത് നിന്ന് ആരിഫ് മുഹമ്മദ് ഖാന് ഒരു മാറ്റം. അത് ബീഹാറിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇങ്ങനെ ഒരു മാറ്റം എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അല്ലേ കിരൺ? അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും വിശ്വസ്തനായ ഒരു ഗവർണർ കൂടിയായിരുന്നു. കേരള സർക്കാരുമായി നിരന്തരം പോരിലും അല്ലെങ്കിൽ നിരന്തരമായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും നേരത്തെയൊക്കെ ഗവർണർ സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ അത്തരം ഒരു അന്തരീക്ഷത്തിന് പകരം അത്തരം ഒരു പരസ്പര പോരിൻ്റെ അന്തരീക്ഷം നിലനിർത്തണം എന്നത് ഒരു പരിധിവരെ കേന്ദ്ര സർക്കാർ കൂടി ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. തമിഴ്നാടിൻ്റെ വിഷയമെടുത്താലും അതോടൊപ്പം തന്നെ ബംഗാളിൻ്റെ വിഷയമെടുത്താലും തന്നെ സമാനമായ രീതിയിലേക്കുള്ള പോര് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും ഗവർണർമാരും തമ്മിൽ അധികാരത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഗവർണർ സ്ഥാനത്തിനെതിരെ തന്നെ വലിയ മൂവ്മെൻറ്റുകൾ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിലൊക്കെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അത്തരം വിവാദങ്ങൾ നിരന്തരം സൃഷ്ടിക്കുവാനും അല്ലെങ്കിൽ നിരന്തരം വാർത്തകൾ ഇടം പിടിക്കുവാനും മാധ്യമങ്ങളോട് സാധാരണഗതിയിൽ ഗവർണർമാർ അധികം സംസാരിക്കാറില്ല അല്ലെങ്കിൽ പ്രതികരണങ്ങൾ അറിയിക്കാറില്ല. അത്തരം ഒരു പതിവ് തന്നെ തെറ്റിച്ചുകൊണ്ട് മാധ്യമങ്ങളോടടക്കം തൻ്റെ നിലപാടുകൾ തുറന്നു പറയുകയും സർക്കാരിനെതിരായിട്ടുള്ള തൻ്റെ അഭിപ്രായങ്ങൾ പരസ്യ വിമർശനമായി തന്നെ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സർക്കാരിൻ്റെ നിരവധി തീരുമാനങ്ങൾ ഗവർണർ ഒപ്പിടാതിരിക്കുകയും ഒടുവിൽ അത് കോടതിയുടെ പരിഗണനയിൽ വരെ എത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. അത്തരം ഒരാൾ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് വീണ്ടും UPയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു BJP നേതാവ് കൂടിയാണ്. മറ്റ് പ്രധാനപ്പെട്ട പല പാർട്ടികളിലും പല ഘട്ടങ്ങൾ കടന്നു വന്നതാണെങ്കിലും BJPയെ സംബന്ധിച്ച് അടുത്ത കാലത്ത് രാഷ്ട്രീയ എതിരാളികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിർണായകമായ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഗവർണർ കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെ ഒരാളെ ഇപ്പോൾ BJPക്ക് കൂടി ഭരണ പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ BJP മുന്നണി ഭരിക്കുന്ന ഒരു നാട്ടിലേക്കാണ് ബീഹാറിലേക്കാണ് ഗവർണർ സ്ഥാനത്തേക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരാളെ അവിടെ നിയമിക്കുമ്പോൾ അതിന് പ്രത്യേകമായ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി കണ്ടുകൊണ്ടാവണം ബീഹാറിൽ ഒരു കനത്ത മത്സരത്തിലേക്ക് കൂടി നീങ്ങുകയാണ്. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിൻ്റെ നേതൃത്വത്തിൽ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ RJD വലിയ ശക്തിയായി തന്നെ എതിരാളികളായി BJP JD സഖ്യത്തിന് എതിരാളികളായി നിൽക്കുന്നു. ആ നിതീഷ് കുമാറും BJPയും തമ്മിലുള്ള സഖ്യത്തിന് മുന്നിൽ എതിരാളികളായി കോൺഗ്രസിൻ്റെയും RJDയുടെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യം ഒരു മഹാവികാസ് അഘാടി മുഖ്യ എതിരാളികളായി നിൽക്കുമ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാവണം ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് നിയമിച്ചിരിക്കുന്നത്. അതിന് പകരമാണ് ബീഹാറിൻ്റെ ചുമതല ഉണ്ടായിരുന്നത്. ഒരു പരസ്പരം വെച്ചുമാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ബീഹാർ ഗവർണറെ കേരളത്തിൻ്റെ ഗവർണറായും കേരളത്തിൻ്റെ ഗവർണറെ ബീഹാറിൻ്റെ ഗവർണറായിട്ടുമാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലാവധി നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ മാറ്റാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. പകരം ആളെ നിയമിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകുന്നതിന് പകരം ഇപ്പോൾ അദ്ദേഹത്തിന് ബീഹാറിൻ്റെ ചുമതല നൽകിയിരിക്കുകയാണ്. കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം വിവാദങ്ങളുടെ നായകൻ കൂടിയായിരുന്നു ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ബീഹാറിലേക്ക് പോകുന്നു. പകരം എത്തുന്ന പുതിയ ഗവർണറും ആർലേക്കറും ഇത്തരത്തിൽ മറ്റൊരു RSS പശ്ചാത്തലമുള്ള നേതാവ് തന്നെയാണ്. ഈ മാറ്റം അത് നമ്മൾ ഏത് തരത്തിൽ വിലയിരുത്തണം? പോർമുഖത്തിന്റെ സാഹചര്യം അതെങ്ങനെ മാറുമെന്ന് നമുക്ക് കരുതണം ഈ ഘട്ടത്തിൽ? നിലവിലെ സാഹചര്യത്തിൽ കേരളത്തെക്കാൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും BJPക്ക് സംബന്ധിച്ചും പ്രധാനം ബീഹാർ പോലൊരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബീഹാറിനെ പോലെ സംസ്ഥാനത്ത് പൂർണ്ണമായും അത്തരം കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാൻ കഴിയുന്ന അത്തരം രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു ഗവർണറെ എത്തേണ്ടത് BJPക്ക് രാഷ്ട്രീയമായ ഒരു ആവശ്യം കൂടിയാണ്. ഇതുകൂടി കണക്കിലെടുത്താവണം ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരാളെ ബീഹാറിൻ്റെ ഗവർണറായി തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ മുസ്ലിം ജനവിഭാഗത്തിന് നിർണായകമായ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്, അല്ലെങ്കിൽ വോട്ട് ബാങ്കിൽ നിർണായകമായ ഒരു സ്ഥലം കൂടിയാണ് ബീഹാർ. അതും ഏറ്റവും പ്രധാനമാണ്. ബീഹാറിലെ മുസ്ലിം വോട്ടിൽ നല്ലൊരു ശതമാനവും ലാലു പ്രസാദ് യാദവിനോ കോൺഗ്രസിനോ ഒക്കെ വോട്ട് ചെയ്യുന്ന ആളുകളാണ്. JDUവിനുണ്ടായിരുന്ന മുസ്ലിം വോട്ട് ബേസ് ഉണ്ടായിരുന്ന BJPയുമായിട്ടുള്ള പല കാലങ്ങളിലായുള്ള ബന്ധത്തെ തുടർന്ന് പല കാലങ്ങളായി നിതീഷ് കുമാറിനൊപ്പം നിന്ന മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വലിയൊരു വിഭാഗം പിച്ചിലെ മുസ്ലിം എന്നുള്ള പറയുന്ന മുസ്ലിം ജനവിഭാഗത്തിൽ തന്നെ പിന്നാക്ക വിഭാഗത്തിൽ അത് കൂടുതൽ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന മുസ്ലിം വിഭാഗമായിരുന്നു ഒരു കാലത്ത് JDUവിൻ്റെ ശക്തിയായി നിന്നിരുന്നത്. അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിലായിരുന്നു അവർക്ക് ഒന്നാമത്തെ വിശ്വാസം ഉണ്ടായിരുന്നത്. കാലാകാലങ്ങളിലായി നിതീഷ് കുമാർ കഴിഞ്ഞ
കുറേ വർഷത്തിനിടെ 6 തവണയാണ് അദ്ദേഹം മുന്നണി മാറുന്നത്. ഈ 6 തവണയും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുന്നതോടൊപ്പം തന്നെ BJP-യുമായി ചേർന്നു, ഇടയ്ക്ക് വീണ്ടും RJD-യുമായും കോൺഗ്രസുമായും ചേർന്നു. ആ ഘട്ടത്തിലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. ആ സഖ്യം വിട്ട് വീണ്ടും BJP സഖ്യത്തിലേക്ക് വന്നു. അതിനുശേഷം വീണ്ടും BJP സഖ്യം വിട്ട് RJD കോൺഗ്രസ് സഖ്യത്തിലേക്ക് പോയി, വീണ്ടും BJP സഖ്യത്തിലേക്ക് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് ബീഹാറിലെ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ ബീഹാറിലെ മുസ്ലിം ജനവിഭാഗത്തിന് സ്വാധീനമുള്ള ഒരു വോട്ട് ബാങ്ക്, ഇത്തരം പല കാരണങ്ങൾ BJP മുൻകൂട്ടി കാണുന്നുണ്ടാവണം. അല്ലെങ്കിൽ അതെല്ലാം കണക്കിലെടുത്താവണം ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അത്തരത്തിൽ സംസ്ഥാന സർക്കാരുമായി വേണമെങ്കിൽ തുറന്ന ഒരു പോരിനടക്കം തയ്യാറാവാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ മാധ്യമങ്ങളോടക്കം സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ബീഹാറിൻ്റെ ചുമതലയിലേക്ക് നൽകിയത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളം നമ്മളെ സംബന്ധിച്ച് പ്രധാനമാണെങ്കിലും നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തെക്കാൾ കേന്ദ്ര സർക്കാരിനും BJP-ക്കും പ്രധാനമായി നിൽക്കുന്നത് ബീഹാറാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അത്തരത്തിൽ BJP-ക്ക് രാഷ്ട്രീയമായി വിശ്വസിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ, ഒരു നേതാവിനെ അവർ ബീഹാറിന്റെ ഗവർണർ തീർച്ചയായും അങ്ങനെ അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് ഈ ഒരു നിർണായക ഘട്ടത്തിൽ കൊണ്ടുപോകുമ്പോൾ പകരം വരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാലും ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ അധികം RSS പശ്ചാത്തലമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അത്തരത്തിൽ BJP-ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവായി കണക്കാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആര്യ, എപ്പോഴും എല്ലാ കാലത്തും ഏത് സർക്കാരിൻ്റെ കാലത്തായാലും എപ്പോഴും ഗവർണർ നിയമനം രാഷ്ട്രീയമായ നിയമനങ്ങൾ തന്നെയാണ്. അതിനപ്പുറത്തേക്കൊക്കെയുള്ള ഭരണഘടനാ മാനദണ്ഡങ്ങളൊക്കെ പറയുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധി തന്നെയാണ്. ആ പ്രതിനിധിയായി കോൺഗ്രസ് ഭരിക്കുമ്പോഴും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെയാണ് നിയമിക്കുന്നത്. ഇപ്പോൾ BJP ഭരണകാലത്തും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും രാഷ്ട്രീയമായ ഒരു ഇടപെടലിനെ എപ്പോഴും ഗവർണർമാർ മടിച്ചു നിന്നിരുന്നു. അപൂർവം ചില ഘട്ടത്തിലൊഴികെ രാഷ്ട്രീയമായ ഇടപെടലുകൾ, നേരിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്ക് ഗവർണർമാർ തയ്യാറായിരുന്നു. അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതായിരുന്നു ഗവർണർമാരുടെ ഒരു രീതി. അത് പൊതുവായി ഇന്ത്യയിൽ ഗവർണർമാരൊക്കെ കാലാകാലങ്ങളായി തുടർന്നു വന്ന ഒരു രാഷ്ട്രീയ മര്യാദ കൂടിയായിരുന്നു. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ഒരു ഗവർണർ ആയിരുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയമായി സജീവമായി ഇടപെടുകയും അത്തരം അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഗവർണർമാരും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ പലപ്പോഴും വലിയ തർക്കത്തിലേക്കും ഒക്കെ പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അല്ലെങ്കിൽ രൂക്ഷമായ അധികാര വടംവലിയൊക്കെ പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ ഗവർണർമാർ സാധാരണഗതിയിൽ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു പതിവ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായും ഇവർ സ്വീകരിച്ചിരുന്ന രീതി. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം തുടക്കത്തിൽ തന്നെ രാഷ്ട്രീയമായ അത്തരം അഭിപ്രായങ്ങൾ പറയുകയും പരസ്യമായി തന്നെ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം പറയുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. പലപ്പോഴും വെല്ലുവിളിയുടെ സ്വരത്തിലേക്ക് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോരൊക്കെ മാറിയിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതോടൊപ്പം തന്നെ പലരും ഗവർണർക്കെതിരെ പരസ്യമായി സംസാരിക്കുകയും അത് ഗവർണർ തിരിച്ച് അവർക്കൊക്കെ മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നിരുന്നു. നേരത്തെ സ്വന്തം അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചില സമ്മർദ്ദമൊക്കെ സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ ചുമത്തുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഇടപെടലുകൾക്ക് ഗവർണർമാർ പലപ്പോഴും തയ്യാറായിരുന്നില്ല. ഏറ്റവും പ്രധാനമായും ഗവർണർമാർ അത്തരം ഇടപെടലുകളൊക്കെ നടത്തിയിരുന്നത് ഈ സർക്കാർ രൂപീകരണ സമയത്താണ്. സർക്കാർ രൂപീകരണ സമയത്ത് ആർക്കാണ് ഭൂരിപക്ഷം എന്ന് കണ്ടെത്തുകയും അല്ലെങ്കിൽ ആദ്യം ആരെ സർക്കാർ രൂപീകരണം ക്ഷണിക്കണം എന്നൊക്കെ ഉള്ളത് പലപ്പോഴും നിർണായകമാണ്. അത്തരം തീരുമാനങ്ങളൊക്കെ ഗവർണർമാർ എടുക്കുമ്പോൾ ഈ രാഷ്ട്രീയ ഇടപെടലുകളും രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പരിധിയെല്ലാം കടന്നുകൊണ്ട് അതൊരു തുറന്ന പോരിലേക്ക്, രാഷ്ട്രീയ പോരിലേക്ക് തന്നെ നീങ്ങുന്നൊരവസ്ഥ വന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയതോടുകൂടിയാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ റോഡിൽ തടയുകയും അദ്ദേഹം റോഡിൽ പോലീസിനെ പരസ്യമായി അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കണമെന്നുള്ള വിവരം പരസ്യമായി തന്നെ റോഡിൽ നിന്ന് പറയുകയും അത്തരത്തിലേക്കൊക്കെ അദ്ദേഹം ഒരു പൊതു സമരത്തിൽ അദ്ദേഹത്തെ തടയാൻ നിൽക്കുന്നവർക്ക് ഗവർണർമാർ സാധാരണഗതിയിൽ തടയാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം സമരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണെങ്കിൽ അതല്ല, സമരത്തെ ഞാൻ മുന്നിൽ നിന്ന് നേരിടും എന്ന മട്ടിലൊക്കെ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കിരണിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ VV അരുൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായി പോലും പല ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ ഉപയോഗിച്ച ഒരു ഗവർണർ കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന്റെ കാലാവധി നേരത്തെ അവസാനിച്ചതാണ്. ഒരു ഊഴം കൂടി നൽകുന്നുണ്ട്. ബീഹാറിലേക്ക് അദ്ദേഹം പോകുന്നു. പകരം കേരളത്തിലേക്ക് എത്തുന്നത് RSSന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വിവാദങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടതാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലഘട്ടത്തിൽ. സംസ്ഥാന സർക്കാരിന്റെയും ഗവർണർ പോര് അത് എത്രത്തോളം കൊടുമ്പിരി കൊണ്ടു, പല രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ അത്തരത്തിൽ നമ്മൾ പല ഘട്ടത്തിൽ കണ്ടു. ഈ ഒരു മാറ്റം അത് ഏതൊക്കെ തരത്തിൽ നമ്മൾ നോക്കിക്കാണണം? അതോടൊപ്പം പുതിയ ഗവർണറായി ചുമതലയേൽക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ദൗത്യം അത്തരത്തിൽ കൂടി വിശകലനം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടോ ഗവർണർ സ്ഥാനം അദ്ദേഹത്തിന്റെ? തീർച്ചയായിട്ടും ആരിഫ് മുഹമ്മദ് ഖാൻ ഒരുപക്ഷെ കേരളം കണ്ടിട്ടാത്ത തരത്തിലുള്ള ഗവർണർ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരിക്കലും ഒരു ഗവർണർമാരും ഇടപെടാത്ത തരത്തിലുള്ള നീക്കങ്ങൾ നടത്താത്ത തരത്തിലുള്ള നീക്കങ്ങൾ അദ്ദേഹം
നടത്തിയിട്ടുണ്ട്. ഒന്ന്, സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടൽ. കേന്ദ്രബാബു സൂചിപ്പിച്ച പോലെ തന്നെ നയപ്രഖ്യാപനം അടുത്തു വരുമ്പോൾ ഈ പിണറായി സർക്കാരിന് നെഞ്ചെടുപ്പ് കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ്. അതിനു മുമ്പ് ജസ്റ്റിസ് സദാശിവം ചില കാര്യങ്ങളിലൊക്കെ സർക്കാരുമായി ഭിന്നത ഉണ്ടായെങ്കിൽ പോലും നയപ്രഖ്യാപനം പോലുള്ള ഗവർണർ ഏറ്റവും പ്രാഥമികമായ കർത്തവ്യം നിറവേറ്റാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അത്തരത്തിലല്ല. നയപ്രഖ്യാപനത്തെ ഒരു വലിയൊരു രാഷ്ട്രീയ അവസരമായി ഉപയോഗിച്ച ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അടുത്ത ഈ ദിവസങ്ങൾ കഴിഞ്ഞാൽ അടുത്ത വർഷത്തിലേക്ക് കടക്കുന്നു. ജനുവരി 20 നിയമസഭാ സമ്മേളനം മിക്കവാറും അന്നാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു നയപ്രഖ്യാപന പ്രസംഗം എന്ന വലിയ വെല്ലുവിളി സർക്കാരിന് മുന്നിൽ വരുമ്പോഴാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്ന് മാറിപ്പോകുന്നത്. പക്ഷേ അത്ര എളുപ്പമാണോ ഇനിയുള്ള കാര്യങ്ങൾ എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. പുതിയ ഗവർണറും സ്വാഭാവികമായി അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നീട് RSSുമായി അടുത്തയാളാണ്, അല്ലെങ്കിൽ BJP അടുത്തയാളാണെങ്കിൽ പുതിയ ഗവർണർ വരുന്നത് പൂർണ്ണമായും ഒരു RSS പശ്ചാത്തലമുള്ളയാളാണ്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ നടപ്പാക്കാൻ അദ്ദേഹവും ശ്രമിക്കുമെന്ന ഒരു ആശങ്ക സർക്കാരിന് സ്വാഭാവികമായും ഉണ്ടാകും. ഏതായാലും ഈ സർക്കാരുമായി ഏറ്റുമുള്ള അപ്പുറത്തേക്ക് അതിന് ഏറ്റവും അധികം വഴിയൊരുക്കിയത് ആരിഫ് മുഹമ്മദ് ഖാൻ വഴിയൊരുക്കിയത് സർവകലാശാലകളെ ഒരു ആയുധമാക്കിയാണ്. സർവകലാശാലകളെ ഒരു അവസരമാക്കി എടുത്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സർക്കാരിനെതിരെ വലിയ നീക്കങ്ങൾ നടത്തിയത്. സർവകലാശാലകളിൽ ഇടതുമുന്നണിയുടെ വലിയൊരു ആധിപത്യം, പ്രത്യേകിച്ചും SFIയുടെയും CPM അധ്യാപക സംഘടനകളുടെയും CPMന്റെയും ഒരു പരിധിവരെ CPIയുടെയും CPI സംഘടനകളുടെയും ആധിപത്യമുള്ള ക്യാമ്പസുകൾ. അത് കഴിഞ്ഞാൽ കോൺഗ്രസിനെ ആ രീതി കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവർക്കുള്ള ആധിപത്യം. പക്ഷെ അതിനപ്പുറത്തേക്ക് BJPക്ക് സംഘപരിവാർ സംഘടനകൾക്ക് വലിയ ആധിപത്യം ഇല്ലെങ്കിൽ പോലും അവരുടെ സ്വാധീന മേഖലകളാക്കി സർവകലാശാലകളെ മാറ്റാൻ വഴിവരുന്നിട്ട ആളായി കൂടി ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം സെനറ്റ് തെരഞ്ഞെടുപ്പിലാകട്ടെ, സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലാകട്ടെ, ഏറ്റവും ഒടുവിൽ കേരള സർവകലാശാലയിലെ ഒരു അവിടുത്തെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ BJP അനുകൂലികൾ, RS അനുകൂലികൾ ഗവർണർ നിയമിക്കുന്ന നോമിനികളായി വന്ന വലിയ വിവാദം, പല ക്യാമ്പസുകളിലും വലിയ സമരങ്ങൾക്ക് ഗവർണർക്കെതിരെ വഴിയൊരുക്കിയത് ആരിഫ് മുഹമ്മദ് ഖാന്റെ കർശന ഇടപെടലുകളാണ്. VC നിയമനത്തിൽ സർക്കാരിന്റെ ഒരു കുത്തകയായിരുന്ന പേരിന് മാത്രം ഗവർണർമാർ അഭിപ്രായം പറഞ്ഞിരുന്ന VC നിയമനം പൂർണ്ണമായും കൈയടക്കി ആരിഫ് മുഹമ്മദ് ഖാൻ. അത് നിയമപരമായ പോരാട്ടങ്ങൾക്ക് ശേഷത്തിന് ചിലർക്കൊക്കെ സർക്കാർ വിജയിക്കാനായെങ്കിലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 2 VC നിയമനം അടക്കം സാങ്കേതിക സർവകലാശാലയിലും അതുപോലെ തന്നെ ടെക്നിക്കൽ ഡിജിറ്റൽ സർവകലാശാലയിലുമുള്ള VC നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ ഗവർണർ വലിയൊരു അപ്രമാദിത്യം, സർക്കാരിന്റെ എല്ലാ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് സർക്കാരിന് മുകളിൽ പോകാൻ ആരിഫ് മുഹമ്മദ് ഖാന് കഴിഞ്ഞിരുന്നു. സർവകലാശാലയുടെ കായ്വത്കരിക്കുന്നു രാജ്യമൊട്ടാകെ BJP എന്ന് പറയുന്നവരാണ് ഇടതുപക്ഷവും കോൺഗ്രസും. അവിടെ എങ്ങനെയാണ് അത് കായ്വത്കരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കി കേരളത്തിൽ കാണിച്ചു കൊടുത്ത ആൾ കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ പോകുന്നത് ഒരു പരിധിവരെ സംസ്ഥാന സർക്കാരിന് ഭരണമുന്നണിക്ക് ആശ്വാസമാണ്. പക്ഷേ വരാനിരിക്കുന്നയാൾ ആരെന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുമ്പോൾ അത്ര അധികമൊന്നും ആശ്വസിക്കാൻ ഇടതുമുന്നണിക്ക് വകയുണ്ടെന്ന് തോന്നുന്നില്ല. അതെ, തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം വിവാദങ്ങൾക്കാണ് നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലഘട്ടത്തിൽ സാക്ഷ്യം വഹിച്ചത്. സർക്കാർ ഗവർണർ പോര് അത്രത്തോളം രൂക്ഷമായ ദിനങ്ങൾ, അത്യസാധാരണമായ നടപടികൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ച ദിനങ്ങളായിരുന്നു. ഇനിയിപ്പോൾ പുതിയ ഗവർണർ ചുമതലയേൽക്കുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന് മുമ്പിലുള്ള ആശങ്ക എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ അധികം RSS പശ്ചാത്തലമുള്ള ഒരു നേതാവ് തന്നെയാണ് ആ പദവിയിലേക്ക് വീണ്ടും എത്തുന്നത് എന്നുള്ളതാണ്. ഒരു പിടി വിവാദ ഫയലുകൾ ഇപ്പോഴും രാജ്ഭവനിൽ ഉണ്ട് എന്നുള്ളത് നിർണായകമാണല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ബില്ലുകൾ നിയമമാക്കി മാറ്റാൻ സർക്കാർ ആഗ്രഹിച്ചാലും നിയമസഭയിൽ വലിയ സർക്കാരിന്റെ രാഷ്ട്രീയ ഭൂരിപക്ഷം കൊണ്ട് ആ തീരുമാനങ്ങൾ എടുത്ത് നിയമസഭ കടന്ന് ബില്ലുകൾ പോയാലും അത് ദീർഘനാൾ പിടിച്ചുവെക്കുക, ചില ബില്ലുകൾ രാഷ്ട്രപതിക്ക് തന്നെ അയക്കാൻ തയ്യാറാകുക, അങ്ങനെയൊക്കെ കേരളത്തിൽ സമീപകാലത്തൊന്നും ഒരു ഗവർണർമാരും സ്വീകരിച്ചില്ലാത്ത തരത്തിലുള്ള കടുത്ത നിലപാടുകൾ എല്ലാ കാര്യത്തിലും ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുണ്ടായിരുന്നു. സർക്കാരിന്റെ പ്രതിനിധിയാണ് ഗവർണർ. രാഷ്ട്രപതി പ്രതിനിധിയായി സംസ്ഥാനങ്ങളിലേക്ക് വന്നാൽ സർക്കാരിന്റെ നയങ്ങൾ നടപ്പാക്കുന്ന അല്ലെങ്കിൽ സർക്കാർ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് ഗവർണർ എന്ന് സർക്കാർ പറയുമ്പോഴും അങ്ങനെയല്ല. തനിക്ക് എല്ലാ കാര്യവും തന്റേതായ നിയമങ്ങളുണ്ട്, ഭരണഘടന അനുസരിച്ച് മാത്രമാണ് താൻ പ്രവർത്തിക്കുന്നത്. സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ താൻ ബാധ്യസ്ഥനല്ല. താൻ രാഷ്ട്രപതിയുടെ നോമിനിയാണ്, രാഷ്ട്രപതി നിയമിക്കുന്നയാളാണ്. തനിക്ക്
രാഷ്ട്രപതിയെയും ഭരണഘടനയും മാത്രം നോക്കിയാൽ മതി. സർക്കാരിന്റെ ഇംഗിതങ്ങൾ, സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, സർക്കാരിന്റെ നയങ്ങൾ ഒന്നും തനിക്ക് ബാധകമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുത്തയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. നമുക്കറിയാം, കിരൺ ബാബു സൂചിപ്പിച്ചതാണ്, ഒരു ഗവർണർ വാർത്താ സമ്മേളനം വിളിക്കുന്നത് അത്യസാധാരണമാണ്. പക്ഷേ നിരന്തരം വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുക, മാധ്യമങ്ങൾ, ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നതിനും അപ്പുറത്തേക്ക് ദൈനംദിനം എന്നോണം മാധ്യമങ്ങളെ കാണുക, മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പരസ്യ വെല്ലുവിളി നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ നിരന്തരം ചെയ്തയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഒരു രാഷ്ട്രീയ നേതാവ് എപ്രകാരമാണോ, ഒരു പ്രതിപക്ഷ നേതാവ് എപ്രകാരമാണോ സർക്കാരിനെതിരെ നിലപാടെടുക്കുന്നത്, അതിലും ശക്തമായ നിലപാടെടുത്തയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അത് ഒരു ഘട്ടത്തിലല്ല, പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രിയുമായി ഒരു സൗഹൃദം ഇടക്കാലത്ത് അദ്ദേഹം പുലർത്തിയെങ്കിലും പിന്നീട് ശത്രുപക്ഷത്തേക്ക് വന്ന ശേഷം പരസ്യമായി മുഖ്യമന്ത്രിയുമായി വേദി പങ്കിടുമ്പോൾ പോലും മുഖത്ത് പോലും നോക്കാൻ തയ്യാറാകാതെ ആ രീതിയിലുള്ള എതിർപ്പ് പരസ്യമാക്കിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രിയും ചില ഘട്ടങ്ങളിലൊക്കെ അതേ രീതിയിൽ അദ്ദേഹത്തോട് ഇടപെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ നയങ്ങൾ നടപ്പാക്കാൻ തനിക്ക് കഴിയില്ല, താൻ പറയുന്നത് അനുസരിച്ച് സർക്കാർ മുന്നോട്ട് പോകണം, താനാണ് സംസ്ഥാനത്തെ ഭരണത്തലവൻ എന്ന നിലപാട് അസന്ധിഗ്ധമായി പറഞ്ഞയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ആ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ബീഹാറിലേക്ക് പോകുന്നത്. നമുക്കറിയാം, ബീഹാർ രാഷ്ട്രീയം മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയമാണ്. പക്ഷേ അവിടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് യോജിക്കുന്ന സർക്കാരാണുള്ളത്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണോ അദ്ദേഹത്തെ ഇവിടെ നിയമിച്ചതിലൂടെ BJP സർക്കാർ ഉദ്ദേശിച്ചത്, അത് ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്ക് ഒരു ചില സമയങ്ങളിലൊക്കെ കേരളത്തിലെ പ്രതിപക്ഷമാരെന്ന് പോലും സംശയിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJP നേതാക്കൾക്ക് ഗവർണർക്ക് പിന്തുണയുമായി BJPക്ക് രംഗത്ത് വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കൃത്യമായ രാഷ്ട്രീയ ദൗത്യവുമായി ഇവിടെ വന്നയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അത് ഒട്ടും അതിശയോക്തിപരമല്ല എന്ന് തെളിയിച്ചാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് മടങ്ങുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ തീരുമാനം കാത്ത ഫയലുകൾ ആര്യ സൂചിപ്പിച്ച പോലെ രാജ്ഭവനിലുണ്ട്, രാഷ്ട്രപതി ഭവനിലുണ്ട്. നിർണായകമായ തീരുമാനങ്ങൾ എന്തെല്ലാമാണ് അദ്ദേഹം അത് ഈ ഓഫീസ് വിട്ട് അടുത്ത ഓഫീസിലേക്ക് എത്തുന്നത്, അതായത് ബീഹാർ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുന്നവരെ അദ്ദേഹത്തിന് ഇവിടെ തുടരാം. എന്തെല്ലാം തീരുമാനങ്ങൾ ഇനിയും സർക്കാരിന് എടുക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണെന്ന് കൂടി കണ്ടറിയണം. അദ്ദേഹം അങ്ങനെയൊന്നും അത്ര പെട്ടെന്ന് തന്റെ നിലപാടിൽ നിന്ന് വിട്ടുപോകുന്നയാളല്ല. അദ്ദേഹം കൃത്യമായ നിലപാടുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള തീർച്ചയായും വിവരങ്ങൾ നൽകുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാന്റെ അവസാന ഔദ്യോഗിക ദിനങ്ങളിലെ നീക്കങ്ങൾ കൂടി ഇനി നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. എന്തായാലും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മാറ്റം, അദ്ദേഹം ബീഹാർ ഗവർണറാകും. പകരം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറാകും. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.